വാട്സാപ്പിന് പകരക്കാരനായി എത്തിയ അരാട്ടയിൽ സൈൻ ഇൻ ചെയ്യുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നു. ഏതാനും ദിവസങ്ങൾക്കുള്ളിലാണ് സൈൻ ഇൻ ചെയ്യുന്നവരുടെ എണ്ണം 3000-ൽ നിന്ന് 3.5 ലക്ഷമായി ഉയർന്നത്. വാട്സപ്പ് ഇനി മാറി നിൽക്കും. യുവജനതയ്ക്കിടയിൽ അടിച്ചുകയറുകയാണ് ഭാരതത്തിന്റെ സ്വന്തം അരാട്ടെ. ആപ്പിൽ സൈൻ ഇൻ ചെയ്യുന്നവരുടെ എണ്ണം വർദ്ധിച്ചതോടെ ആപ്പ് സ്റ്റോറുകളിൽ സോഷ്യൽ നെറ്റ്വർക്കിംഗ് വിഭാഗത്തിൽ 1-ാം സ്ഥാനത്താണ് അരാട്ടെ. ആപ്പിന്റെ വിജയത്തിൽ പെർപ്ലക്സിറ്റി സിഇഒ അരവിന്ദ് ശ്രീനിവാസ് സോഹോ സ്ഥാപകനായ ശ്രീധർ വെമ്പുവിനെ അഭിനന്ദിച്ച് രംഗത്തെത്തി. നിരവധി ആളുകളുടെ പെട്ടെന്നുള്ള സൈൻ ഇൻ കാരണം ചില സാങ്കേതിക തടസ്സങ്ങൾ നേരിടുന്നുണ്ടെങ്കിലും ഇവ പരിഹരിക്കാനായി 24 മണിക്കൂറും പ്രത്യേക ടീമുകൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ശ്രീധർ വെമ്പുവും അറിയിച്ചു. ആശയവിനിമയം ലളിതവും ആസ്വാദ്യകരവുമാക്കുക എന്ന ലക്ഷ്യത്തോടെ 2021-ലാണ് ആപ്പ് പുറത്തിറക്കിയത്. കാഷ്വൽ ചാറ്റ് എന്ന അർത്ഥം വരുന്ന തമിഴ് പദമായ അരാട്ടെ എന്ന പദമാണ് തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആപ്പിന് നൽകിയത്. വാട്സപ്പിന് പകരം ഇനി അരാട്ടെ പരീക്ഷിച്ചു നോക്കാൻ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞതോടെ ഇപ്പോൾ വാട്സപ്പിനേക്കാൾ സ്വീകാര്യതയാണ് അരാട്ടെയ്ക്ക് ലഭിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ജനം.